ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ വരുന്നത് വളരെ നിർണായകമായ വാർത്തകളാണ്. ഒരു വമ്പൻ രാഷ്ട്രീയ നാടകത്തിന് ശേഷം ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. അതെ, 2026 ഫെബ്രുവരി 12 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വമ്പൻ വിജയം നേടിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം കണ്ട ബംഗ്ലാദേശ് അല്ല ഇനി കാണാൻ പോകുന്നത്. സമാധാന നൊബേൽ ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ 18 മാസത്തെ ഇന്ററിം ഗവൺമെന്റ് ഇടക്കാല ഭരണം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ നീക്കത്തിലേക്കാണ്. പണ്ട് ഇന്ത്യയുടെ കണ്ണിലെ കരടായിരുന്ന താരിഖ് റഹ്മാനെ ഇന്ന് ന്യൂഡൽഹി ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? മുഹമ്മദ് യൂനിസിന് കഴിയാത്തത് താരിഖിന് കഴിയുമോ? ഇന്ത്യയുടെ അയൽപക്കത്തെ ഈ പുതിയ മാറ്റത്തിന്റെ കഥകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മുഹമ്മദ് യൂനിസിന്റെ പതനത്തെക്കുറിച്ച് നോക്കാം. ഷെയ്ഖ് ഹസീന ഒളിച്ചോടിയപ്പോൾ ലോകം കരുതിയത് യൂനിസിലൂടെ ബംഗ്ലാദേശ് ശാന്തമാകുമെന്നാണ്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. യൂനിസിന്റെ 18 മാസത്തെ ഭരണകാലത്ത് ഇന്ത്യയുമായുള്ള ബന്ധം വല്ലാതെ ഉലഞ്ഞു. ഹസീനയെ ഇന്ത്യ സംരക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പരസ്യമായി ആരോപിച്ചു. അതിലും പ്രധാനമായി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ അദ്ദേഹം നിസ്സാരവൽക്കരിച്ചു. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര സുഖകരമായ ഒരു നീക്കമായിരുന്നില്ല. അതുമാത്രമല്ല, യൂനിസിന്റെ കാലത്ത് പാകിസ്ഥാനുമായുള്ള ബന്ധം ബംഗ്ലാദേശ് പുതുക്കി. 1971 ശേഷം ആദ്യമായി പാകിസ്ഥാൻ കപ്പൽ ചട്ടോഗ്രാമിൽ എത്തിയത് ഇന്ത്യക്ക് വലിയൊരു സെക്യൂരിറ്റി അലാമായിരുന്നു. എന്നാൽ ഇപ്പോൾ സീൻ ആകെ മാറിയിരിക്കുകയാണ്. ലണ്ടനിൽ 17 വർഷത്തെ പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തിയ താരിഖ് റഹ്മാൻ ഇപ്പോൾ പ്രധാനമന്ത്രിയാണ്. തന്റെ അമ്മ ഖാലിദ സിയുടെ മരണശേഷം പാർട്ടി ഏറ്റെടുത്ത അദ്ദേഹം പക്വതയുള്ളൊരു നേതാവായാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. ഇന്ത്യ ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ പ്രധാന കാരണം താരിഖിന്റെ പുതിയ പ്രായോഗികമായ സമീപനവുമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ താരിഖ് റഹ്മാനെ പിന്തുണയ്ക്കുന്നത്? ഇതിന് പിന്നിൽ കൃത്യമായ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകളുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം താരിഖ് റഹ്മാൻ വിജയിച്ച ഉടനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നേരിട്ട് ധാക്കയിലെത്തി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് യൂനിസ് ഒരു അപോളിറ്റിക്കൽ വ്യക്തിയായിരുന്നു. അതായത് മുഹമ്മദ് യൂനിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാൽ താരിഖ് റഹ്മാൻ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, അതായത് BNP പോലൊരു പ്രസ്ഥാനത്തിന്റെ തലവനാണ്. തീവ്ര നിലപാടുകളുള്ള ജമാഅത്തെ ഇസ്ലാമിയെ നിയന്ത്രിക്കാനും രാജ്യത്ത് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ കഴിയൂവെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. താരിഖ് റഹ്മാൻ ലണ്ടനിൽ വെച്ച് തന്നെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ പഴയ ആന്റി ഇന്ത്യ ഇമേജ് മാറ്റി ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി നോക്കിയാലും ഇന്ത്യക്ക് ബംഗ്ലാദേശ് വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രാൻസിറ്റ് സൗകര്യങ്ങളും റെയിൽവേ ലിങ്കുകളും സുഗമമായി നടക്കണമെങ്കിൽ ബംഗ്ലാദേശിൽ ഒരു സുസ്ഥിരമായ സർക്കാർ വേണം. യൂനിസിന്റെ കാലത്ത് മന്ദഗതിയിലായ പല പ്രൊജക്ടുകളും താരിഖിന്റെ വരവോടെ വേഗത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം വിസ സർവീസസ് ആണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം താരിഖ് റഹ്മാൻ ചുമതലയേറ്റതോടെ ഇന്ത്യയിലേക്കുള്ള വിസ സേവനങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാകും. താരിഖ് റഹ്മാന്റെ വിദേശ നയം ബംഗ്ലാദേശ് ഫസ്റ്റ് എന്നതാണെങ്കിലും ഇന്ത്യയുമായൊരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ചൈനയുടെ സ്വാധീനം ബംഗ്ലാദേശിൽ വർദ്ധിക്കുന്നത് തടയാൻ ഇന്ത്യക്ക് താരിഖിനെ പോലെ ഒരു പ്രായോഗിക നേതാവിനെ ഇപ്പോൾ ആവശ്യമാണ്. ചുരുക്കത്തിൽ വൈകാരികമായ ബന്ധങ്ങളെക്കാൾ പ്രായോഗികമായ നയതന്ത്രത്തിനാണ് ഇന്ത്യ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. മുഹമ്മദ് യൂനിസ് എന്ന വിശ്വ പൗരനേക്കാൾ ഗ്രൗണ്ട് ലെവലിൽ സ്വാധീനമുള്ള താരിഖ് റഹ്മാൻ എന്ന രാഷ്ട്രീയക്കാരനെ ഇന്ത്യ വിശ്വസിക്കുന്നു. ഇത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു യുഗത്തിന്റെ തുടക്കമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.